ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ മോദിക്കും അതുപോലെ BJP നേതൃത്വം നൽകുന്ന NDAക്കും ഭരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം കിട്ടിയെന്നത് ശരിയാണ്. എന്നാൽ ഒറ്റക്ക് 3/2 ഭൂരിപക്ഷം, മൊത്തം 400 സീറ്റുകൾ എന്നൊക്കെയുള്ള അവകാശവാദവുമായിട്ടാണ് മോദിയും സംഘവും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏത് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നവർ ഉയർത്തുന്ന കേവല അവകാശവാദം എന്ന രീതിയിലല്ല, വളരെ ആസൂത്രിതമായി തന്നെയാണ് അവർ ഈ വിജയം അവകാശപ്പെട്ടത്. ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് ഇന്ത്യയിലെ എല്ലാ ദേശീയ ചാനലുകളും നടത്തിയ 15ഓളം എക്സിറ്റ് പോളുകളിലും ഇതേ വിജയം പ്രവചിച്ചിരുന്നു. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. 2019 അവർ നേടിയ സീറ്റിനേക്കാൾ 64 സീറ്റുകൾ കുറവ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നിതീഷ് കുമാറിനെ അടർത്തി എന്നതും, അതുപോലെ അവസാന ഘട്ടത്തിൽ ആന്ധ്രയിൽ നായിഡുവിൻ്റെ TDPയുമായി സഖ്യം ഉണ്ടാക്കാനായതുമാണ് കഷ്ടി ഭൂരിപക്ഷത്തിലെങ്കിലും എത്താൻ BJPയെ സഹായിച്ചത്. കോടിക്കണക്കിന് വോട്ടർമാർ നൽകിയ ഈ വിധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോദിക്കും സംഘത്തിനും ഇനിമേൽ പഴയ പോലെ ഭരണം തുടരാൻ അവകാശമില്ല എന്ന് തന്നെയാണ്. ഇന്ത്യ എന്ന രാജ്യം ഏകമുഖമല്ല. അതിൻ്റെ വൈവിധ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ജനങ്ങളെ വർഗീയമായി വിഭജിച്ച് മറ്റെല്ലാ വിഷയങ്ങളും മറച്ചു പിടിച്ചുകൊണ്ട് വലിയ വിജയം നേടാൻ കഴിയുമെന്ന് കരുതിയിരുന്നവർക്കുള്ള മുന്നറിയിപ്പാണിത്. ഏകാധിപത്യ മനസ്സോടെ ഒരു കക്ഷി, ഒരു നേതാവ് എന്ന സങ്കല്പത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതല്ല ഇന്ത്യക്ക് വേണ്ടത്. ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ജനാധിപത്യ ഫെഡറൽ ഘടന എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ജനങ്ങൾ ഇവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിമേൽ ഇന്ത്യക്ക് യോജിക്കുന്ന ഒരു മുന്നണി ഭരണമാണ്. കേരളമടക്കം എത്ര സംസ്ഥാനങ്ങളിലും പലപ്പോഴും കേന്ദ്രത്തിലും മുന്നണി ഭരണം വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് എന്നതും മറക്കാനാവാത്ത കാര്യമാണ്. അത്തരം ഒരു ഭരണത്തിലാണ് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കുക. ഒരു നേതാവ് എന്നതുപോലെ ഒരു ഭാഷ, ഒരു മതം, ഒരു വിശ്വാസം, ഒരേ വേഷം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഇന്ത്യക്ക് ചേർന്നതല്ല. വിവിധ വിഭാഗം ജനങ്ങൾ 2 നൂറ്റാണ്ട് സമരം ചെയ്ത് നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ ആശയമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തെയും മഹാത്മാഗാന്ധിയെയും പോലും അംഗീകരിക്കാൻ മടി കാണിക്കുന്നവർക്ക് ഇതിൻ്റെ ആശയം മനസ്സിലാകില്ല. അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ജനങ്ങൾ ചെയ്തത്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി നേരത്തെയും ആസൂത്രിതമായും ചെയ്യാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഈ ഫലം മറിച്ചാകുമായിരുന്നു. നിതീഷിനെ കൂടെ നിർത്താനും നായിഡുവിൻ്റെ കൂടെ കൂടാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും മോദി താഴെ പോയേനെ. കോൺഗ്രസിന് അവരുടെ സീറ്റുകൾ ഏതാണ്ട് ഇരട്ടിയാക്കാൻ കഴിഞ്ഞു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന് പ്രാദേശിക കക്ഷികളുടെയും തങ്ങളുടെ തന്നെ പ്രാദേശിക നേതൃത്വങ്ങളുടെയും വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതും ഈ നേട്ടത്തിന് കാരണമാണ്. പ്രത്യേകിച്ചും UPയിൽ അവർ രൂപീകരിച്ച സഖ്യം ഇത്തവണ ഏറെ ഫലവത്തായി എന്ന് കാണാം. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പഴയ തലമുറയിലെ നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാണെന്നും തെളിയിച്ചു കഴിഞ്ഞു. UP എന്ന ഒരു സംസ്ഥാനമാണ് BJPയുടെ അടിത്തറക്ക് ഭീഷണി ഉയർത്തിയത്. കടുത്ത വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ബാബറി പള്ളി തകർത്തി രാമക്ഷേത്രം നിർമ്മിക്കുന്നതിലൂടെ കോൺഗ്രസിനെതിരെ തികഞ്ഞ വർഗീയ പ്രചരണം നടത്തുന്നതിലൂടെയും മുൻകാലത്തെ പോലെ വിജയം കൊയ്യാമെന്ന BJPയുടെ തന്ത്രം രാഹുൽ അഖിലേഷ് സഖ്യം പൊളിച്ചടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം ഒരു കാര്യം ഉറപ്പിക്കുകയാണ്: മോദിയുടെ ഗ്യാരണ്ടി എന്നതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഗ്യാരണ്ടിയാണ് പ്രധാനം. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നു ഇന്ത്യ ഫെഡറൽ മതേതര ജനാധിപത്യമാണ് എന്ന്. ഇത് ഇനിയെങ്കിലും BJP അംഗീകരിക്കണമെന്നതാണ് ഈ വിധി പറയുന്നത്.